കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇവണ്ണം നമ്മൾ വായിക്കുന്നു: ഹെരോദാവ് രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം. ഒരു മനുഷ്യൻ്റെ ജനനം ഒരു ദേശത്തിനും വ്യക്തികളിലും കൊണ്ടുവന്ന മാറ്റങ്ങൾ, യേശു ജനിച്ചതിന് ശേഷം ആ ഒരു വാക്കിന് ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശു ജനിച്ചതിന് ശേഷം ദൂതന്മാർ ഇടയന്മാർക്ക് പ്രത്യക്ഷനായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കായി ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു. യേശു ജനിച്ചപ്പോൾ വേറെ ആരോടും ദൂതന്മാർ പ്രത്യക്ഷമായി പറഞ്ഞതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവിടെ പറയുന്നു, അവർ ഇടയന്മാർക്ക് പ്രത്യക്ഷമായി. ആ കാലഘട്ടത്തിലെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഇടയന്മാർ ഒരു റിജക്റ്റഡ് ജനമായിരുന്നു. അല്ലെങ്കിൽ വീട്ടിനകത്തും നാട്ടിലൊക്കെ ബലഹീനരായിരുന്നവരെ ആടുമേയ്ക്കുവാൻ പറഞ്ഞയക്കുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമുക്ക് ദാവീദിൻ്റെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നല്ല ബലമുള്ളവരും ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും പട്ടാളത്തിലും രാജാവിൻ്റെ അരമനകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബലഹീനമായിരുന്നവർ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരെ ആടുമേയ്ക്കുവാൻ പറഞ്ഞയക്കുന്ന ഒരു സിസ്റ്റം നിലനിന്നിരുന്നു. ഇവിടെ ഒരു റിജക്റ്റഡ് ആയി പോയ ഒരു കൂട്ടത്തിൻ്റെ അടുക്കൽ വന്ന ദൂതൻ പറയുന്നത്, നിങ്ങൾക്കായി യേശു ജനിച്ചു. നോക്കണം, യേശുവിൻ്റെ ജനനം ഒരു റിജക്റ്റഡായി നിന്ദിക്കപ്പെട്ട് തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തിൻ്റെ തിരഞ്ഞെടുക്കലായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ റിജക്ഷൻ എന്ന ചിന്താഗതി മാറി എന്നിലൊരു ദൈവ പദ്ധതി ഉണ്ടെന്നുള്ള ചിന്താഗതിയിലേക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ പലപ്പോഴും ഒറ്റപ്പെടലുകളും അല്ലെങ്കിൽ ഞാൻ റിജക്റ്റഡ് ആണ്, ഞാൻ നിന്ദിക്കപ്പെടുന്നവനാണ്, ഞാൻ എല്ലാവരും എന്നെ തള്ളിക്കളയുന്നു എന്നുള്ള ചിന്തകൾ എന്നെ ഭരിക്കുന്നവരും ഈ സമയത്ത് എന്നെ കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തകൾ ഭരിക്കുന്നവരും ഒക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ജനിക്കാമെങ്കിൽ ആ ചിന്താഗതി ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. ഒരു കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഈ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ഒറ്റപ്പെടൽ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനിടയാണ്. ആ നിന്ദിക്കപ്പെട്ട അനുഭവം ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി. അതെ, യേശു ജനിച്ചതിന് ശേഷം നിന്ദിക്കപ്പെട്ട, തള്ളപ്പെട്ട, തിരഞ്ഞെടുക്കാത്ത, ഒറ്റപ്പെടുത്തി കളഞ്ഞ ഒരു സമൂഹത്തെ ദൈവം ചേർത്ത് പിടിക്കുവാനിടയായി. അതല്ലേ ആയിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയും. നാട്ടിൽ തള്ളിക്കളഞ്ഞവരെ റിജക്റ്റ് ചെയ്തവരെ ആയിരുന്നു ദൈവം സെലക്ട് ചെയ്തത്. നീ റിജക്റ്റായ ഒരു വ്യക്തിയാണോ, ദൈവം നിന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ജനിക്കുമാറാകട്ടെ. 2, യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു രാജഭരണത്തിനൊരു മാറ്റം കൊണ്ടുവരുവാനിടയായി. നോക്കണം, ഇന്നലെ വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഹെരോദാവ് യേശുവിൻ്റെ ജനനം തിരിച്ചറിഞ്ഞപ്പോൾ ഭയപ്പെടാൻ തുടങ്ങി. ഇന്നലെ വരെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന അധികാരി ഭയപ്പെടാൻ തുടങ്ങി. യേശു എന്ന രാജാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കാമെങ്കിൽ ഇന്നലെ വരെ നമ്മളെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പൈശാചികവും പാപത്തിൻ്റെയും സകല ശക്തികളും കീഴടങ്ങി നമ്മിൽ നിന്ന് മാറിപ്പോകുവാനിടയാകും. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ജനിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. യേശു ജനിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ വരെ റൂൾ ചെയ്തവൻ ഭയപ്പെടാൻ തുടങ്ങിയെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുവാകട്ടെ. ആ പാപത്തിൻ്റെ ശക്തികൾ, ആ പൈശാചിക ചിന്താഗതികൾ നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. നമ്മെ റൂൾ ചെയ്യുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. നോക്കണം, യേശു ജനിച്ചതിന് ശേഷം വീണ്ടും ആ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, യേശു ജനിച്ചതിന് ശേഷം 3 വിദ്വാൻമാർ വന്ന് യേശുവിനെ കുറിച്ച് പ്രൊക്ലെയിം ചെയ്യുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വരവ് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് യഹൂദന്മാരുടെ രാജാവാണ് അവൻ, രാജാവെന്നുള്ള വെളിപ്പാടോടെ ഒരു 3 വിദ്വാൻമാർ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു.
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉയർത്തുവാനിടയാകും. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അനേകരെടുത്ത് പറയുവാനിടയാകും. നോക്ക്, ഈ മശികയുടെ വെളിപ്പാട് ശമരിയ സ്ത്രീക്ക് കിട്ടിയപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് മശികയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുവാനിടയായി. ഫിലിപ്പോസ് യേശുവിനെ കണ്ടെത്തിയപ്പോൾ നദലേരിയിൽ എടുത്തു ചെന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈലൻ്റായി ഇരിക്കുവാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി തീരുവാനിടയാകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിനകത്ത് എങ്ങനെ ജനിക്കാം? യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്ത് ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? മറിയയോട് ദൂതൻ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ യേശു എന്ന രക്ഷിതാവ് ജനിക്കുമെന്ന് പറയുവാനിടയായി. മറിയ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിനകത്താണ് നടക്കുന്നത്. നീ സമർപ്പിക്കാമെങ്കിൽ നിന്നിൽ അത്യുന്നതന്റെ ശക്തി നിഴലിടും. നീ ഒരു പുരുഷ പ്രജയ്ക്ക് ജന്മം കൊടുക്കും. എന്നിൽ യേശുക്രിസ്തുവിന്റെ ജനനം നടക്കുന്നത് പരിശുദ്ധാത്മാവിനകത്താണ്. പരിശുദ്ധാത്മാവാണ് എന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ എന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിൽ ഉരുവാകുവാനിടയാകും. അവൻ എൻ്റെ ജീവിതത്തിൽ ഉരുവായി കഴിഞ്ഞാൽ എൻ്റെ റിജക്ഷൻ എൻ്റെ സെലക്ഷനായി മാറും. എൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലും നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ മാറുവാനിടയാകും. എന്നെ ഇന്നലെ വരെ ഭരിച്ചുകൊണ്ടിരുന്ന പാപത്തിൻ്റെ ശക്തികൾ മാറി യേശുക്രിസ്തു എന്ന രാജാവ് എന്നെ ഭരിക്കുവാൻ തുടങ്ങും. അവൻ എന്നെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. ആ നീതിപാതയിലേക്ക് അവൻ എന്നെ നടത്തുവാനിടയാകും. യേശുക്രിസ്തു എന്നിൽ ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൈലൻ്റായി ആയിരിക്കുവാൻ കഴിയത്തില്ല. ആ രക്ഷകനെക്കുറിച്ച് ഞാൻ പ്രൊക്ലെയിം ചെയ്യുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ ആ യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരാമിടുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.